വളരെ വേദനാജനകമായ ദാരുണമായ സംഭവമാണ് രാവിലെ ഉണ്ടായിട്ടുള്ളത്. കുളക്കട ഗവൺമെൻറ് ഹൈസ്കൂളിൽ പഠിക്കുന്ന 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആസിഫ് എന്ന് പറയുന്ന വിദ്യാർത്ഥി കുട്ടി ഇന്ന് രാവിലെ ഈ പാലത്തിൽ നിന്ന് കല്ലടയാറ്റിലേക്ക് ചാടിയിട്ടുള്ളതായിട്ട് അറിയാൻ കഴിഞ്ഞു. രാവിലെ വീട്ടിൽ നിന്ന് കുളക്കടയിലുള്ള ട്യൂഷൻ സെൻറ്ററിൽ പഠിക്കാൻ പോയി. ട്യൂഷൻ 9:20 വിട്ടതിന് ശേഷം സ്കൂളിൽ കയറാതെ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു എന്ന് സഹപാഠികളോടും സുഹൃത്തുക്കളോട് പറഞ്ഞ് അവിടെ നിന്ന് വരുന്ന വഴിയാണ് പാലത്തിൽ നിന്ന് ആറ്റിലേക്ക് ചാടുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. മറ്റ് കാരണങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഈ കുട്ടിയെ സംബന്ധിച്ച് മറ്റ് പ്രശ്നങ്ങൾ സ്കൂളിലോ വീട്ടിലോ ഒന്നും തന്നെ ഉള്ളതായിട്ട് ഇതുവരെയും ഒരു അറിയിപ്പും ഒരു പരാതിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. എന്താണ് അങ്ങനെ ചെയ്യാനുള്ളൊരു വികാരം എന്നുള്ളതിനെ സംബന്ധിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാളൊരു സൈലന്റ് സ്വഭാവമാണ്. അധികം കൂട്ടുകാരൊന്നുമില്ല. ആകെ 1-2 പേരോട് മാത്രമാണ് ഒരു സഹകരണം ഉള്ളത് സഹപാഠികൾ എന്നുള്ള നിലയിൽ. അല്ലാതെ ഒരു വലിയ കൂട്ടുസെറ്റ് കൂടി നടക്കുകയോ അങ്ങനൊരു ഇതോ ഇല്ല. ക്ലാസ്സിനകത്തിൽ അങ്ങനെ കൂടുതൽ കൂട്ടുകാരോടൊപ്പം നിന്ന് സംസാരിച്ച് അങ്ങനെ ഒരു കളിച്ചിരിച്ച് പോകുന്ന ഇടയ്ക്കൊരു സൈലന്റ് സ്വഭാവത്തിലൊക്കെ പോകുന്ന ഒരാളാണ്. പിന്നെ മാനസികമായ എന്തൊക്കെയോ വിഷമങ്ങളുണ്ട് എന്നുള്ളത് അവരുടെ വീട്ടിൽ നിന്ന് അറിയാൻ വേണ്ടി കഴിഞ്ഞു. പിന്നെ എന്തോ കാര്യങ്ങൾക്ക് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ നടക്കുന്നതായിട്ടും അറിഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്ത് മറ്റു കാര്യങ്ങളെല്ലാം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഇരുന്ന സ്കൂൾ ബാഗിൽ നിന്ന് നോട്ട്ബുക്ക് എടുത്ത് പേര് നോക്കിയാണ് കുട്ടി ഇന്ന ആളാണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. മണ്ണടിയിലാണ് താമസം. മണ്ണടി പള്ളിക്ക് സമീപമാണ്. അയാളുടെ പയ്യന്റെ അച്ഛനൂടെ അതിനകത്ത് ഓട്ടോ ഓടിക്കുകയാണ്. അതായത് കൊല്ലം ജില്ലയും പത്തനംതിട്ട ജില്ലയും കൂടെ സംയോജിപ്പിക്കുന്ന ഏനാത്ത പാലത്തിന്റെ മുകളിലാണ് ഇരിക്കുന്നത്. വളരെ നാളുകൊണ്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ഈ ഒരു പാലത്തിന്റെ ഇരു സൈഡിലും വലിയ വേലികൾ നിർമ്മിക്കണമെന്ന്. അത് ഒരുപാട് ആത്മഹത്യകൾ കുറയ്ക്കാൻ സഹായിക്കും. ഇന്ന് രാവിലെ തന്നെ സംഭവിച്ചത് ഇവിടുത്തെ മണ്ണടി സ്വദേശിയായ കുളക്കട സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, 9ാം ക്ലാസ് വിദ്യാർത്ഥി ഈ ഒരു ആറ്റിൽ ചാടി എന്നുള്ള വാർത്തയാണ് രാവിലെ നാടിനെ നടുക്കിയ ഒരു വാർത്ത. അപ്പോൾ ആ ഒരു എന്താണ് അതിൻ്റെ ഉള്ള കാരണം എന്നുള്ളത് നമുക്കിവിടെ അവരുടെ ബന്ധുക്കാരൊക്കെ നിൽപ്പുണ്ട്. അവരോട് നമുക്ക് ചോദിക്കാം. വളരെ നാളത്തെ ആവശ്യമാണ് ഈ ഒരു പാലത്തിൻ്റെ ഇരു സൈഡിലും നല്ല ഹൈറ്റിൽ വേലികൾ സ്ഥാപിക്കണമെന്നുള്ളത്. അപകടങ്ങൾ ഇതുപോലുള്ള ആത്മഹത്യാ പ്രവണതകളൊക്കെ കുറഞ്ഞു കിട്ടാൻ വേണ്ടി നമ്മൾ പല പ്രാവശ്യം വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. എന്തായാലും അതിനുവേണ്ടി അധികാരികൾ രംഗത്ത് വരുന്നില്ല. എന്തായാലും ഇതൊക്കെ ഓരോ ദിവസം ഇങ്ങനെയുള്ള ആത്മഹത്യയുടെ വാർത്തകളാണ് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. രാവിലെ ഒരു 9:30 മണിയോടുകൂടി 9:30 ശേഷമാണ്, അതായത് സ്കൂളിലെ ട്യൂഷൻ സെൻറ്റർ വിട്ടതിന് ശേഷമാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പം ഇതുവഴി നടന്നു വന്ന് ഇതിൽ നിന്ന് അങ്ങോട്ട് ചാടിയെന്നാണ് പറയുന്നത്. നേരത്തെ അവനെ പഠിച്ചുകൊണ്ടിരുന്നത് കടമ്പനാട് എന്ന് പറയുന്ന ഒരു സ്കൂൾ, കടമ്പനാട് ബോയ്സ് സ്കൂളിലായിരുന്നു. അവിടെ ചില പ്രശ്നങ്ങളുണ്ടായതിനു ശേഷം അവിടെ നിന്ന് മാറ്റുകയാണ്. അവിടുത്തെ PTA പ്രസിഡന്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു തെറ്റിൻ്റെ സ്വഭാവത്ത് അവിടെ നിന്നും തിരിച്ച് ഈ കുളക്കട സ്കൂളിലേക്ക് TC വാങ്ങി കൊണ്ടുവന്നതാണ്. അപ്പം 7ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് അവിടെ ഒരു ദിവസം യൂണിഫോം, അതായത് ഒരു സാറ്റർഡേ ദിവസം എക്സ്ട്രാ സ്പെഷ്യൽ ക്ലാസ് വെച്ച ദിവസം യൂണിഫോം ഇട്ടില്ല എന്നുള്ളതിൻ്റെ പേരിൽ ക്ലാസ്സിൽ കയറുകയും പിന്നെ അയാൾ ഉപദ്രവിക്കുകയും ചെയ്തു. അതിൻ്റെ കേസ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച കൂടി അതിൻ്റെ ഹിയറിങ്ങും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അത് PTA പ്രസിഡന്റാണ്, അവിടുത്തെ നിലവിൽ അന്നത്തെ PTA പ്രസിഡന്റ്. പുള്ളി തന്നെയാണ് ഇപ്പോഴും അവിടെ PTA പ്രസിഡന്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ പുള്ളിയുടെ ഭാഗത്തു നിന്നും അന്ന് അവിടുത്തെ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അവിടുത്തെ HMൻ്റെ ഭാഗത്തു നിന്നും വളരെ മോശമായ അഭിപ്രായങ്ങളും നമ്മളെ സ്കൂളിൽ ചെന്നതിന് ശേഷം ചോദിക്കാൻ ചെന്നപ്പോൾ അത് ആട്ടിപ്പായിക്കുന്ന സമീപനമായിരുന്നു അവിടെ നിന്നുണ്ടായത്. അതിനുശേഷം അവിടുന്ന് സ്കൂളിൽ നിന്ന് TC വാങ്ങിച്ചതിന് ശേഷമാണ് ഈ സ്കൂളിൽ ആക്കിയത്, ഇവിടെ ഈ അടുത്ത സ്കൂളിലാക്കിയത്. അതിനുശേഷം ഇവൻ മാനസികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ആരെയും ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും ആൾക്കൂട്ടത്തിൽ പോകാതിരിക്കുകയും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. കാരണം ഈ സംഭവത്തിന് ശേഷം പിള്ളേരുകൾ അവനെ തുടർച്ചയായി കളിയാക്കിയും അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ അവൻ വീട്ടിൽ വന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് കുഴപ്പമില്ല, പിള്ളേരല്ല എന്നുള്ള ലെവലിൽ നമ്മളങ്ങനെ അത്ര കെയർ ചെയ്യാതിരിക്കുകയും പിന്നെ അവനെ ചെറിയ കൗൺസിലിംഗ് ഒക്കെ കൊടുത്തു അവനെ അതിൽ നിന്നൊന്ന് മോചിപ്പിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു സുപ്രഭാതം ഇങ്ങനെ സംഭവിക്കുമെന്ന് പ്രതീക്ഷയില്ല. വിഷയം വളരെ മിടുക്കനായ ഒരു കുട്ടിയായിരുന്നത്. കടമ്പനാട് ബോയ്സ് സ്കൂളിൽ അതായത് സ്കൂളിൽ ക്ലാസ്സിൽ ഏറ്റവും മികച്ച പഠിക്കുന്ന ഒരു കുട്ടി, ഫുട്ബോളിലൊക്കെ മികവാർന്ന പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു കുട്ടി, വലിയ നല്ലൊരു ഫുട്ബോൾ പ്ലെയർ കൂടിയാണ് ഈ പയ്യൻ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടുന്ന് നാട്ടിൽ നിന്ന് ചാടിയതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. ഇതുവരെ ആ കുട്ടിയെ കിട്ടിയിട്ടില്ല. പക്ഷേ അതിന് കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് വളരെയേറെ മാനസികമായ സമ്മർദ്ദങ്ങളുണ്ട് എന്നുള്ളതാണ്. ഇതിന് മുമ്പ് അല്ലാതെ വേറെ എന്തെങ്കിലും വേറെ അങ്ങനെ മാനസിക പ്രശ്നങ്ങളോ അങ്ങനെയുള്ള ഗുളികൾ കഴിക്കുക അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഇല്ല. ഈ സംഭവത്തിന് ശേഷം മാത്രമാണ് അവൻ പഠിത്തത്തിൽ പുറമോട്ട് പോയി. അതുവരെ ആ സ്കൂളിലെ പിന്നെ 1ാം നമ്പറായിട്ട് പഠിച്ചുകൊണ്ടിരുന്നതാണ്.
മറ്റേ LHC അങ്ങനെയുള്ള ഇതിനെല്ലാം അവന് മാർക്കുണ്ടായിരുന്നു. അതിനുശേഷം അവന് പഠിക്കാനുള്ള ഒരു ടെൻഡൻസി തന്നെ പോയി കഴിഞ്ഞിട്ട് അവനെ ഒതുങ്ങിക്കൂടാൻ ശ്രമിച്ചു. അപ്പം നമ്മുടെ വീടുകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെയും ഒറ്റയ്ക്ക് മാറിയിരിക്കുക, അങ്ങനെയുള്ള പഠിക്കാനെന്ന് പറഞ്ഞാൽ അന്ന് LSSന്റെ പരീക്ഷയ്ക്കൊക്കെ സ്കോളർഷിപ്പോട് കൂടി അവൻ അന്ന് അവിടെ പഠിച്ചതാണ്, പാസ്സായതാണ്. അതിനുശേഷമാണ് 8ാം ക്ലാസ് ആയപ്പോൾ അവൻ അവിടുന്ന് ആ വിഷയത്തിന് ശേഷം 7ാം ക്ലാസ്സിൽ തന്നെ തുടക്കമായിരുന്നു. അതിനുശേഷം ഇവിടെ കുളനട സ്കൂളിലേക്ക് കൊണ്ടുവന്നത്. അതിനുശേഷം അച്ഛൻ ഇവിടെ ഓട്ടോ ഓടിക്കുകയാണ്, അമ്മ ജോലിയൊന്നുമില്ല. അവരുടെ പേര് കൂടെ പറയാമോ? അമ്മയുടെ പേര് ഷാമില എന്നാണ്, അവൻ്റെ പാപ്പയുടെ പേര് അനസ്, മോൻ്റെ പേര് മുഹമ്മദ് ആസിഫ്. സ്കൂളിൽ നിന്നുള്ള ഇങ്ങനെയുള്ള വിഷയം അതിനുശേഷം ആ സ്കൂളിൽ നിന്ന് കടമ്പനാട് ബോയ്സ് സ്കൂളിൽ നിന്ന് സംഭവിച്ചതിന് ശേഷം അവരൊരു മാപ്പ് പറയാനോ അങ്ങനെയുള്ള ഒരു സമീപനം സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്ത് ഉണ്ടാകാതിരിക്കും. അവർ PTA പ്രസിഡന്റിനെ സംരക്ഷിക്കാനുള്ള നിലപാടെന്ന് കൈക്കൊണ്ടതിന്റെ പേരിൽ മാത്രമാണ് അവനെ സ്കൂളിൽ നിന്ന് അവിടെ നിന്ന് മാറ്റിയത്. അപ്പോൾ നമ്മളവിടെ സ്കൂളിൽ അന്ന് ചോദിക്കാനായിട്ട് ഇതിനവർ ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് അന്ന് വിളിച്ചിട്ട് നമ്മളെ അവിടെ നാട്ടി ഓടിക്കുന്ന ഒരു സമീപനം അന്ന് അവർ സ്വീകരിച്ചത്. നമ്മൾ അന്ന് കർശനമായിട്ട് പറഞ്ഞു, ഇനി ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത്. PTA പ്രസിഡന്റിന്റെ ഭാഗത്ത് നേരത്തെ അവർ അയാൾ ക്ലാസ്സിൽ കയറേണ്ട ആവശ്യമില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായ തെറ്റ്, അയാൾ അന്ന് ഒരു വീഡിയോയും അന്ന് ന്യൂസ് ഓൺലൈനല്ല മറ്റേ മീനായിട്ടുള്ള അതുപോലുള്ള ചാനലുകൾ ഇത് റിപ്പോർട്ട് ചെയ്തതാണ്. റിപ്പോർട്ട് ചെയ്തതിന് ശേഷവും പിന്നെ അന്ന് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തോട് സംസാരിക്കുന്ന വോയിസ്, പെങ്ങൾ സംസാരിക്കുന്ന വോയിസ് അല്ല, അയാളുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രാവശ്യം തെറ്റ് സംഭവിച്ചുള്ളൂ എന്ന് പറഞ്ഞ അയാളന്ന് കൈയൊഴിഞ്ഞ് മാറുക ചെയ്ത്. എന്നിട്ടും അയാളൊന്നും ഒരു മാപ്പ് പറഞ്ഞെന്ന് അവനെ ഒരു മാനസികമായിട്ടൊന്നും ഇതാക്കാനൊന്നും അയാൾ ശ്രമിച്ചില്ല. അന്ന് അവിടുന്ന് ആട്ടി ഓടിക്കുക, യഥാർത്ഥത്തിൽ ആട്ടി ഓടിക്കുക. അന്ന് സ്കൂൾ മാനേജ്മെന്റ് അവിടുത്തെ പ്രിൻസിപ്പാൾ എന്ന് പറയുന്ന മാഡം, അവരാണ് ഏറ്റവും കൂടുതൽ ഒന്ന് ഒരു നിഷേധകരമായ പ്രതികരണം അവരന്ന് കാണിച്ചത്. അതിനുശേഷമാണ് അവിടെ സ്കൂൾ മാറ്റിയത്. പിന്നെ നമ്മൾ ആ സ്കൂളുമായിട്ട് ബന്ധമില്ല. പിന്നെ നിലവിൽ ആ കേസ് പോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫാമിലിയായിട്ട് വിഷയങ്ങൾ ഇല്ല, അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല. അവിടെ ഒരു പെങ്ങൾ, പിന്നെ അവനൊരു സഹോദരിയേ ഉള്ളൂ, അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തിരുനെൽവേലി സ്ഥലത്ത് നഴ്സിംഗിന് പഠിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഇവൻ മാത്രമേ ഉള്ളൂ വീട്ടിൽ, അവൻ എല്ലാ സ്വാതന്ത്ര്യവും കാര്യങ്ങളും ഉണ്ട്. അവന് വേറെ മറ്റു പ്രശ്നങ്ങളൊന്നും. രണ്ടുപേരാണല്ലേ? രണ്ടുപേരാണ്, സഹോദരി അവന് മാത്രമേ ഉള്ളൂ. വേറെ നിലവിൽ ഒരു പ്രശ്നങ്ങളും ഇല്ല. ഈ ഒരു വിഷയത്തിന് ശേഷം മാത്രമേ അവൻ കുറച്ച് ഒതുങ്ങിക്കൂടി എന്നുള്ള ഇതുണ്ട്. അദ്ദേഹം ശനിയാഴ്ച ദിവസം വെച്ചിരുന്ന ഒരു അഡീഷണൽ ക്ലാസ്സിന് ഈ കുട്ടി യൂണിഫോം ഇട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുട്ടിയെ മർദ്ദിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. അതിനുശേഷം തൊട്ട് ഇങ്ങോട്ടാണ് ഈ കുഞ്ഞ് വളരെ മാനസികമായി വളരെയേറെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഒരു മാനസിക തലത്തിലേക്ക്, തകർന്ന തലത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അങ്ങനെയാണ് ഈ കുട്ടിക്ക് അതിനുശേഷം പിന്നെ ഇങ്ങോട്ട് കൗൺസിലിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെയും ഇവിടുന്ന് കൗൺസിലിംഗിൽ കൊണ്ടുപോയിട്ടുള്ളതായിട്ടാണ് ഒരു രക്ഷകർത്താക്കൾ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ അന്ന് മുതൽ ഇങ്ങോട്ട് മാനസികമായി വളരെയേറെ ഒരു നീരസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ ചാടുക ഉണ്ടായി ഒരു സംഭവം ഉണ്ടായത്. എന്തായാലും സ്കൂളിൽ എന്തെങ്കിലും വിഷയമുണ്ട്? ഇപ്പോഴത്തെ നിലവിലെ സ്കൂളിൽ ഒരു വിഷയങ്ങൾ നിലവിലില്ല. പക്ഷേ ആ സംഭവത്തിന് ശേഷം ഇങ്ങോട്ട് ഈ കുഞ്ഞ് വളരെയേറെ ബുദ്ധിമുട്ട് ഉണ്ട്, മാനസികമായി പ്രയാസങ്ങൾ നേരിടുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അതിൻ്റെ കേസ് നിലവിലുണ്ട്. കേരളത്തിലെ എല്ലാ മുഖ്യധാര മാധ്യമങ്ങളിലും വാർത്ത വന്നിട്ടുണ്ട്. എല്ലാ പത്രങ്ങളിലും ഇതിൻ്റെയൊക്കെ വാർത്തകൾ വന്നതാണ്. അന്ന് ഒരു നിസ്സാര കേസെടുത്തുകൊണ്ട് നിലവിൽ ആ കേസ് നടക്കുന്നുണ്ട് എന്നുള്ളതല്ലാതെ ഇത്തരം ആളുകളെ ഓരോ സ്കൂളുകളിൽ വരുമ്പോൾ ഇത്തരം കുട്ടികൾക്ക് നല്ല പഠിച്ചുകൊണ്ടിരുന്ന ആ ക്ലാസ്സിലെ ഏറ്റവും മികച്ച ഒരു വിദ്യാർത്ഥി, അതുപോലെ തന്നെ ഫുട്ബോൾ തലത്തിലായാലും കായിക ഇടങ്ങളിലൊക്കെ തന്നെ സ്പോർട്സിലൊക്കെ വളരെ മികവാർന്ന പ്രവർത്തനം നടത്തുന്ന ഒരു കുട്ടി. ഒരു 9:30 ആയപ്പോഴാണ് അറിഞ്ഞത്. 9:30 ആയപ്പോൾ അറിഞ്ഞപ്പം നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ മോനാണ്. അയാൾ പൊന്നുപോലെ കൊണ്ട് നടക്കുന്നത്. ആ ചെറുക്കന് നല്ലൊരു പയ്യനായിരുന്നു. വീട്ടിലെന്തോ ദേഷ്യപ്പെട്ട് വന്നതാണ്. എന്നപ്പോൾ ഇങ്ങനെ ഇതുപോലെ ലെറ്റർ എഴുതി വെച്ചിട്ട് ചാടിയതാണ്. ഇപ്പോൾ എന്തോ പറയാനേ. അതുപോലെ പിള്ളേരൊക്കെ നടന്നു പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ ഈ നെറ്റ് കെട്ടാൻ കാലങ്ങൾ കൊണ്ട് പറയുക, നെറ്റില്ല ഇവിടെ സൈഡിൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആൾക്കാർ നോക്കിക്കഴിഞ്ഞാൽ പേടിയാവും. അതുകൊണ്ട് നെറ്റ് പോലും ഈ അധികാരികൾ കെട്ടിയിട്ടില്ല. പിന്നെ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ കാണും. പിന്നെ ബോഡി ഇപ്പം താഴെ ഈ ഭയങ്കര ഒഴുക്കാണ്. ഇന്നലെ രാത്രി മഴ പെയ്തതിന് ശേഷം താഴെ ഭയങ്കര ഒഴുക്കാണ്. താപ്പോട്ട് പോകാനേ സാധ്യതയുള്ളൂ. പിന്നെ ഞങ്ങളെല്ലാം ശ്രമിച്ച് നോക്കി. രാവിലെ എല്ലാവരും ഇറങ്ങി മുങ്ങി നോക്കി. ഇപ്പം അവർ ബാക്കിയുള്ള അധികാരികളൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. അതുപോലെ വെള്ളം കലക്കൽ ഞങ്ങളെല്ലാം ഇറങ്ങി ചാടി. ഇപ്പോൾ ദേഹം മൊത്തം ചൊറിയുക, കലക്കലാണ്. ഇന്നലെ രാത്രി മഴ പെയ്തതിന് ശേഷം ഭയങ്കര കലക്കലാണ്, ഭയങ്കര താഴ്ചയുള്ള. പിന്നെ ഒഴുക്ക് കൂടുതലാണ്. പിന്നെ നമ്മളിപ്പം നോക്കുക, ശ്രമിച്ച് നോക്കുക. ഒന്നുകൂടെ ഒന്ന് ഇറങ്ങി നോക്കാനാണ്. ഒന്നുകൂടെ ഒന്ന് ഇറങ്ങി നോക്കി ശ്രമിച്ച് നോക്കാം.